നമുക്ക് ഏതൊരു കാര്യമായാലും 2-3 തവണ റിപ്പീറ്റ് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നതിനാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. പഴയ മോഡലിനേക്കാളും ഒട്ടനവധി ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ മോഡൽ ഇവർ ഇറക്കിയിട്ടുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഈ ഒരു വണ്ടി കണ്ടിട്ട് ഇതിൻ്റെ ബ്രാൻഡ് പുറത്തേക്ക് എടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കവാസാക്കിയുടെ വണ്ടി തന്നെയാണ്. കാരണം പച്ച കളർ അവരുടെ ഒരു യുണീക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു കവാസാക്കി തന്നെയാണെന്ന്. പക്ഷേ ഒരു 99% ഓട്ടോ ഞാനത് പറയുന്നുള്ളൂ. കാരണം ഇപ്പോൾ അറിയാമല്ലോ, ഒരുപാട് പേര് വീട്ടിലൊക്കെ പച്ച കളറൊക്കെ അടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി പച്ച കളർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അത് കവാസാക്കിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട. അതാണ് ഞാൻ ഒരു 99% പറഞ്ഞത്. ആൻഡ് ഇതാ ഇന്ന് എൻ്റെ കയ്യിലുള്ള വണ്ടി എന്ന് പറയുന്നത് കവാസാക്കിയുടെ നിഞ്ച ZX 10R ആണ്. അതും 2021 മോഡൽ. ഒട്ടുമിക്ക എല്ലാ ബൈക്കേഴ്സിനും ഒരു ഡ്രീമാണ് ഈ ഒരു ബൈക്ക് സ്വന്തമാക്കുക എന്നുള്ളത്. പിന്നെ ഒരു സൂപ്പർ സ്പോർട്ട് കാറ്റഗറിയിൽ ഏറ്റവും വില കുറഞ്ഞ ബൈക്കും ഇതാണ്. അപ്പം ഞാൻ വില കുറഞ്ഞെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 23-24 ലക്ഷമാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതാണോ ഈ പറഞ്ഞ വിലക്കുറവ് എന്ന് പലർക്കും ചോദിക്കാം, പലരും ഒന്ന് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കമ്പാരിറ്റീവ്ലി ആണ് പറഞ്ഞത്. ബാക്കി സൂപ്പർ ബൈക്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 ലക്ഷം കുറവാണ് ഈ ഒരു ബൈക്കിന്. അതുകൊണ്ട് തന്നെ അത്ര റേറ്റ് കുറച്ചായിരിക്കും ഈ ഒരു ബൈക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക. എന്ന് വെച്ച് പവർ കുറവൊന്നുമില്ല. 998cc 200 HP പവറാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വണ്ടി ഇറങ്ങിയ ടൈമിൽ, അതായത് 2021 ടൈമിൽ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടുണ്ടായില്ല. കാരണം പഴയതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ബൈക്ക് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, നമുക്ക് ഏതൊരു കാര്യമായാലും 2-3 തവണ റിപ്പീറ്റ് ചെയ്തത് കണ്ടുകൊണ്ടിരുന്നതിനാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. അത്തരത്തിൽ ഇതാ ഇഷ്ടം തോന്നി. ഇപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു ബൈക്ക്. അതും പോരാതെ പഴയ മോഡലിനേക്കാളും ഒട്ടനവധി ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ മോഡൽ ഇവർ ഇറക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ലുക്കിലേക്ക് തന്നെ കിടക്കാം. സൈഡിൽ നിന്ന് നമ്മുടെ ടാങ്കിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല പഴയ 10R ആയിട്ട്. പക്ഷേ ടെയിലിൻ്റെ അവിടെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് യാതൊരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. പക്ഷേ അതേസമയം ടാങ്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വണ്ടി അവർ ചേഞ്ച് ചെയ്തേക്കാണ് ലുക്കും കാര്യങ്ങളൊക്കെ. എനിക്കിഷ്ടപ്പെടാതെ ഇതിന് മെയിൻ കാര്യം ഹെഡ് തന്നെയായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് ലുക്ക് വരുന്നത് മറ്റേ പ്രെഡേറ്റർ മൂവി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു മൂവിയിലെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഫീൽ ചെയ്യണത്. കാരണം ആ ഒരു ക്യാരക്ടർ സംബന്ധിച്ച് നമ്മുടെ ബോഡി ചെറുതും തല വലുതുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ആ മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും. അതേ രീതിയിലാണ് ഈ ഒരു വണ്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ബാക്കിൽ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ട് സെക്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചെറുതായിട്ട് ബൾക്കി ആയിട്ടുള്ളൊരു ഹെഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത്. പിന്നെ അറിയാലോ, ഓഫ് കോഴ്സ് ഈ ഒരു വണ്ടി പച്ച കളറായതുകൊണ്ട് തന്നെ ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന ടൈമിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു വണ്ടിയെ. പിന്നെ ബാക്കി സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ഗ്രാഫിക്സിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തത്. പിന്നെ ടെയിൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു പോർഷൻ കണ്ടു. ആ പോർഷൻ അഡീഷണലായിട്ട് പുതിയ മോഡലിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. അത് പഴയ 10R ഒരു അടുത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവിലേക്ക് കാണിച്ചു തരാൻ പറ്റിയേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചേഞ്ചസ് ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ബാക്ക് സൈഡിലും വന്നേക്കണത്. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ ലുക്കും കാര്യത്തിൽ കൂട്ടാനായിട്ട് അഡീഷണലായിട്ട് പ്യൂഗിൻ്റെ ഒരു വിൻസ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈ സ്പീഡ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലും വിൻഡിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു അടിപൊളി വൈസർ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്താൽ മാത്രം മതി, വലിയ കാറ്റൊന്നും അടിക്കാണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇന്നലെയാണ് ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പോൾ കിട്ടിയ ടൈമിൽ എക്സോസ്റ്റ് ആരോൻ്റെ ആയിരുന്നു വച്ചിരിക്കുന്നത്. ഭയങ്കര ലൗഡായിരുന്നു ഫുൾ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഞാൻ വ്ലോഗ് എടുക്കാനായിട്ട് നേരെ കളമശ്ശേരിക്കാണ് പോയത്. അവിടെ വെച്ച് നാട്ടിൽ പിടിച്ച് ഫൈനെ കറപ്പിച്ചിട്ടാണ് വിട്ടത്. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് സ്റ്റോക്ക് ആക്കി തന്നെ റിട്ടേൺ കൊണ്ടുവന്നു. പിന്നെ ഈ വണ്ടിയിൽ ഒരുപാടധികം ആക്സസറീസും കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. പിന്നെ നേരെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രെയിം സ്ലൈഡറൊക്കെ ഉണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. ഇൻ കേസ് വണ്ടി സൈഡിലേക്ക് വല്ലതും പറയുകയാണെങ്കിൽ ഫ്രെയിം സൈഡിൽ താങ്ങി നിന്നോളും. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി വണ്ടി സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ സ്പെക്കിലേക്ക് കിടക്കാം. ഫ്രണ്ട് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് വണ്ടിയുടെ മിററിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ആ ഒരു മിറർ. പിന്നെ നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് കാണാൻ പറ്റും. പഴയ വണ്ടിയേക്കാളും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് കൊടുത്തേക്കുന്നത്. അത് കോമ്പാക്ട് LED ആണ്. നമ്മൾ ആറുകളൊക്കെ കാണുന്ന പോലെ 2 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. അത് ലോ ബീമാണ്. തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ഹൈ ബീമിൻ്റെ ബൾബുകളും കാണാൻ പറ്റും. ഞാൻ ഇന്നലെ നൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് അത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലായത്. പിന്നെ നമ്മുടെ വിൻസ്ക്രീനിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിഞ്ച H2 വരുന്ന അതേ ലോഗോ ഈ ഒരു മോഡലിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു 2 സൈഡിലായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വിംഗ് ലൈറ്റും കാര്യങ്ങളും അവർ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ
ഈ സൈഡിൽ നമുക്ക് ഗ്യാപ്പൊക്കെ കാണാൻ പറ്റും. ഹൈ സ്പീഡ്സിലൊക്കെ അത് നല്ല രീതിക്ക് ഉപകാരപ്പെടും. പിന്നെ നേരെ സെൻട്രൽ പോർഷനിലാണ് ഇതിൻ്റെ റാമ്പർ ഇൻഡേക്കും വരുന്നത്. പിന്നെ ടയർ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ 127 ഇഞ്ചാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ 310 mm ബ്രംബോന്റെ ഡിസ്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കിടിലം ബ്രേക്കിംഗ് ആണ് ഈ വണ്ടിയിൽ. ഇൻവെർട്ടഡ് ഫോർ സസ്പെൻഷൻ ആണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ ഒരു വലിയ റേഡിയേറ്റർ കാർഡ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും. പഴയ വണ്ടി സംബന്ധിച്ച് സസ്പെൻഷനിൽ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. ഷോവയുടെ ഈ ഒരു ബാലൻസ് ഫ്രീ ഫോർക്കിന്റെ സ്പ്രിംഗ് റേറ്റ് വളരെ കുറവാണ്. പിന്നെ ഇതിന്റെ കംപ്രഷൻ ഡാമിങ് വളരെ ഉറച്ചതാണ്. പിന്നെ റീബോണ്ടിങ് വളരെ സോഫ്റ്റും. അതായത് നമ്മൾ ഹൈ സ്പീഡ്സിലേക്ക് വന്നിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടിയിൽ സ്റ്റിഫായിട്ടാണ് ഷോക്ക് താഴേക്ക് കുത്തി പോവുക. എന്നിട്ട് റിട്ടേൺ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും, അതായത് താഴേക്ക് ഉറച്ചതും റിട്ടേൺ കയറുന്നത് സോഫ്റ്റ് ആയിട്ടാണ്. പഴയ വണ്ടി സംബന്ധിച്ച് അതാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും. പിന്നെ പഴയ വണ്ടിയേക്കാളും ചേഞ്ച് ആയിട്ടാണ് ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് പുതിയ മോഡലിൽ കൊടുത്തേക്കുന്നത്. നേരെ സൈഡ് സെക്ഷനിലേക്ക് വരാണെങ്കിൽ താഴെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാൻ പറ്റും. 135 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. അത്യാവശ്യം ചെറിയ ചെറിയ ഹമ്പുകളൊക്കെ ഈസി ആയിട്ട് ചാടി പോകാൻ പറ്റും. എൻ്റെ അറിവിൽ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളത് ഡുക്കാട്ടിയിലാണ്. കാരണം ചെറിയ ചെറിയ ഹമ്പുകളൊക്കെ ചാടിക്കഴിഞ്ഞാൽ അത് അടി തട്ടും. പക്ഷേ ഈ വണ്ടിക്ക് അത്രമാത്രം സീനൊന്നും കാര്യമൊന്നുമില്ല. ആൻഡ് പുതിയ മോഡൽ വണ്ടിക്ക് അവരിത് വലിയ എക്സോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്, സ്റ്റോക്ക് തന്നെ. നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വണ്ടിയെ സംബന്ധിച്ച് എക്സോസ്റ്റും കൂടി അത്യാവശ്യം വലുപ്പമുണ്ട്. അങ്ങനെ ബാക്ക് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോർഷൻ ഒഴുകി ബാക്കിയെല്ലാം പഴയ 10R സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ബാക്കിലെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 117 ഇഞ്ചാണ് ബാക്കിലെ ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 220 mm ഡിസ്ക് ബ്രേക്സും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെയാണ്. പക്ഷേ സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന ഒരു പരിധി എല്ലാ ആൾക്കാരും കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ഫ്രണ്ട് ബ്രേക്കാണ്. കാരണം ഹൈ സ്പീഡ്സിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളതും ഫ്രണ്ട് ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കാര്യത്തിൽ മാരകമായിട്ട് കോൺഫിഡൻസിൽ വേണം നമ്മൾ കൊണ്ടു നടക്കാനായിട്ട്. ആൻഡ് സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ബാക്കിലിംഗ് ആണ്, മോണോഷോക്ക് സസ്പെൻഷൻ ആണ്. പിന്നെ പിഗ്ഗി ബാക്ക് റിസർവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ റൈഡ് പെർഫോമൻസും ക്വാളിറ്റിയും നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. പിന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നത് കിപ്സിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്, അതായത് കവാസാക്കി ഇൻ്റലിജൻസ് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇനി ഞാൻ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു പഴയ വണ്ടിയിൽ നിന്ന് മാറ്റം വരുത്തിക്കണേന്ന് പറഞ്ഞുതരാം. ഫ്രണ്ടിലെ സസ്പെൻഷൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷനിലും അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബാക്കിലെ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പ്രിംഗ് റേറ്റ് സ്റ്റിഫർ ആക്കിയിട്ടുണ്ട്. പിന്നെ കംപ്രഷൻ ആയാലും റീബോണ്ടിങ് ആയാലും ബാക്കിലേക്ക് വരുമ്പോൾ സോഫ്റ്റാണ്. ആൻഡ് എഞ്ചിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് പുതിയ ഒരു എയർ കൂളറാണ് അവർ കൊടുത്തേക്കേണ്ടത്. പിന്നെ എക്സോസ്റ്റ് ആവട്ടെ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു പുതിയ എക്സോസ്റ്റ് ആണ്, കുറച്ചുകൂടി ബിഗർ ആയിട്ടുള്ളൊരു എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ത്രോട്ടിൽ വാൽവാണ് ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. പിന്നെ ഗിയർ റേഷ്യോസ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 3 ഗിയേഴ്സ് ഷോർട്ടറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ വണ്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആക്സലറേഷൻ കൂളാണ്. അങ്ങനെ ബ്രേക്കിംഗ് സെക്ഷൻ നോക്കുകയാണെങ്കിലോ ഫ്രണ്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു പുതിയ ബ്രേക്ക് പാഡ്സും കാര്യമാണ് അവർ കൊടുത്തേക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലെ റിസർവോയറിൻ്റെ ലൊക്കേഷൻ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കിലെ റിസർവോയർ റീലൊക്കേറ്റ് ചെയ്തിട്ടാണ് പുതിയ മോഡൽ അവർ ഇറക്കിയേക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരെ വണ്ടിയുടെ മേലെ കയറാം എന്നിട്ട് സംസാരിക്കാം. കയറിയിരിക്കുമ്പോൾ തന്നെ പഴയ മോഡൽ വണ്ടിയിൽ കയറിയിരുന്നവർക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു ഫീലിംഗ് ഡിഫറൻ്റ് ആയിട്ട് കിട്ടും. കാരണം എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ. പഴയ വണ്ടി പോലെ തന്നെ ഹാൻഡിൽസ് വരുന്നത് ക്ലിപ്പ് ഓൺ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു 10 mm സാധനം താഴേക്ക് പുഷ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലീനായിട്ട് വേണം ഈ ഒരു വണ്ടിയിൽ ഇരിക്കാനായിട്ടും പിന്നെ കുറച്ച് വൈഡറും കൂടിയാണ്. പിന്നെ റൈഡിംഗ് പോസ്റ്ററിലെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഫുഡ് പാക്സ് ഹോൾഡ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അത് പഴയ വണ്ടി സംബന്ധിച്ച് ഒരു 5 mm റേസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിലെ റൈഡിംഗ് പോസ്റ്റർ വരുന്നത്. പിന്നെ ചേഞ്ചസിലെ മേജറായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാ ഈ ഒരു മീറ്റർ സെക്ഷൻ എന്ന് പറയുന്നത്. 4.3 ഇഞ്ചിൻ്റെ ഒരു TFT ഫുള്ളി കളേർഡ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മീറ്ററാണ് ഈ ഒരു പുതിയ മോഡലിൽ അവർ കൊടുത്തേക്കുന്നത്. കാണാൻ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. പിന്നെ ഒരുപാടധികം ഇൻഫർമേഷൻസും ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കാര്യമാണ് നമുക്ക് ബ്രേക്കിൻ്റെയും ആക്സിലറേഷൻ്റെയും ഇൻറ്റൻസിറ്റി ഇതാ ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴും ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴും ഇവിടെ വേണമെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരും. നമുക്ക് വേണമെങ്കിൽ ബ്രേക്കിൻ്റെ ആക്കാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആക്കാം. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇത്രമാത്രം അപ്ഡേറ്റഡ് ആയ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഫ്യൂവൽ ഗേജ് മീറ്റർ ഇല്ല. സോ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻ കേസ് നമ്മൾ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഫ്യൂവൽ മീറ്റർ കാണിക്കില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് റിസർവിൻ്റെ ഒരു വാണിംഗ് ഉണ്ട്. ആ വാണിംഗ് അടിച്ച് ഏതാണ്ട് ഒരു 30-40 കിലോമീറ്ററൊക്കെ ആയിരിക്കും വണ്ടി അഡീഷണൽ ആയിട്ട് ഓടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മീറ്റർ കത്തിയതിന് ശേഷം എത്രയും പെട്ടെന്ന് പെട്രോൾ പമ്പിൽ കയറ്റണം. അല്ലെങ്കിൽ വഴി കിടന്ന് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ഈ വണ്ടിയിൽ പ്രീമിയം പെട്രോൾ മാത്രമാണ് അടിക്കാൻ മോഡുള്ളൂ ഫോർ ബെറ്റർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ റിസർവ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നേരെ പമ്പിൽ കയറ്റി പെട്രോൾ അടിച്ചേക്കാം. ഈ ഒരു ബൈക്കിൽ മാത്രമല്ല കേട്ടോ അത്തരത്തിലുള്ളത് കാര്യം. ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ ബൈക്സിലും അത്തരത്തിലുള്ള സംഭവമുണ്ട്. അതായത് ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഒന്നും ഉണ്ടാവില്ല. റിസർവ് ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒരു വാണിംഗ് കാണിക്കും. എന്നിട്ട്
എം ടി ആവാനായിട്ട് എന്തുമാത്രം കിലോമീറ്റർ കൂടി ഓടും എന്നൊരു വാണിംഗ് മാത്രമാണ് ഈ ഒരു വണ്ടി നമുക്ക് തരിക. പിന്നെ ഇലക്ട്രോണിക്സ് പരമായിട്ട് ഒരുപാടധികം കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെയിൻ കാര്യമാണ് ഈ ഒരു വണ്ടി റൈഡ് ബൈ വയർ ആക്കിയിട്ടുണ്ട്. പിന്നെ കോർണറിങ് ABS, ട്രാക്ഷൻ കൺട്രോൾ, വീലി കൺട്രോൾ, ഈവൻ ലോഞ്ച് കൺട്രോൾ വരെ ഈ ഒരു വണ്ടിയിലുണ്ട്. ഇലക്ട്രോണിക് ക്രൂസ് കൺട്രോളും എഞ്ചിൻ ബ്രേക്ക് കൺട്രോൾ വരെ ഈ ഒരു പുതിയ മോഡലിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച ടൈമിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു വണ്ടിക്ക് ഹീറ്റിംഗ് മറ്റു വണ്ടികളെ സംബന്ധിച്ച് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ ഭയങ്കര ട്രാഫിക് കൂടെ ഫസ്റ്റ് ഗിയറിൽ എഴഞ്ഞ് പോയ ടൈമിൽ പോലും ഒരുപാടധികം ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കി വണ്ടി ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഏതൊരു ബൈക്കും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിയിൽ വരുന്നത് 835 mm ആണ്. ഞാനൊരു 5.7, 5.8 ഫീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് രണ്ട് കാലും ഫ്ലാറ്റ് ഫുട്ട് തന്നെയാണ്. പിന്നെ ഇന്ന് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 17 ലിറ്റർ ആണ്. മൈലേജിൻ്റെ കേസ് ചോദിക്കേ വേണ്ട എന്ന് ഞാൻ ഓൾറെഡി പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഒരു 12, 15 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ വെയിറ്റ് വരുന്നത് 207 കിലോ ആണ്. സോ നോർമലി ഒരു ചെറിയ ആൾക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ റണ്ണിങ് കണ്ടീഷനിൽ കുഴപ്പമില്ല, പക്ഷേ ഇൻ കേസ് നമുക്ക് വല്ല ഇറക്കത്തിൽ നിന്ന് വളയ്ക്കേണ്ടൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുറമേ നിന്ന് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഈ ഒരു വണ്ടി ബാക്കിലേക്ക് വലിക്കൽ കുറച്ച് ടഫുള്ള കാര്യം തന്നെയാണ്. അതിപ്പോൾ ഞാനായപ്പോലും ഒരു ഇറക്കത്തിൽ ബാക്കിലേക്ക് വളയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു വണ്ടിയിലൊന്നും റിവേഴ്സിൽ പോകാൻ പറ്റിയ ഗിയറൊന്നും ഇല്ലല്ലോ. പിന്നെ ഏതൊരു സൂപ്പർ ബൈക്ക് ആയാലും നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ പുതിയ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് ഓഡോമീറ്റർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ട്രാക്കിൽ നമുക്ക് എത്ര കിലോമീറ്ററൊക്കെ ഓടി എന്ന് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് എത്രമാത്രം സംസാരിക്കാൻ പറ്റും എന്നറിയില്ല. ആ ഒരു അഡ്രിനാലിൻ റഷിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ മെല്ലെ വണ്ടിയിലേക്ക് കയറാം. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സോസ് നോട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. കാര്യം സ്റ്റോക്കാണ്. പിന്നെ ജസ്റ്റ് കാറ്റലിക് കൺവെർട്ടർ മാത്രം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ കൊടുത്തിനാൽ ചെറുതായിട്ട് ഒരു ലൗഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴുള്ള സൗണ്ട് ഇതാണ്. ഇപ്പോൾ ക്യാറ്റ് കൺവേർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രമാത്രം സൗണ്ടൊന്നും ഉണ്ടാവില്ല. വണ്ടി പക്കാ സൈലൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്യാറ്റ് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൗണ്ട് വരും. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്ക് എനിക്ക് പോപ്പ് സമാങ്സ് കിട്ടിയിട്ടുണ്ടായി. വണ്ടി കൈ കൊടുത്ത് പോയിട്ട് കൈ വിടുമ്പോഴേക്കും ചെറുതായിട്ട് വണ്ടി പൊട്ടുന്നുണ്ടായി. എൻ്റെ പൊന്നോ. അപ്പോൾ ഞാൻ നിങ്ങളെ എക്സോസ് നോട്ട് കേൾപ്പിച്ച ടൈമിൽ ഇവിടെ ഒരു എക്സസൈസ് വന്ന് നിർത്തിയായിരുന്നു. കാരണം ഇത് മലയാറ്റൂരിൻ്റെ ഒരു ഫോറസ്റ്റ് ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ പല പരിപാടികളും നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ പുള്ളി മഫ്തിയിലാണ് വന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു റൈഡർ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുള്ളി റൈഡ് പണ്ട് പോയിട്ടുണ്ടെന്ന് അത് എൻക്വയറിക്ക് വന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ പുള്ളിയുടെ സംസാരം ആ ലുക്കും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് പോലീസാണോ എന്നായിരുന്നു അതിൻ്റെ ഡൗട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ സൗമ്യമായിട്ട് തന്നെ പെരുമാറി. എല്ലാം ഓക്കെ ആയിരുന്നു. കാരണം പുള്ളിക്ക് ഒരു ബൈക്കുണ്ട്, ഹിമാലയൻ ഉണ്ട്. പുള്ളി റൈഡർ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നൈസായിട്ട് മിണ്ടിപ്പോയി. പിന്നെ പോരാത്തതിന് വണ്ടി സ്റ്റോക്ക് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. എന്തായാലും നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. കണ്ടത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ട്. വളയ്ക്കണമെങ്കിൽ ഏതാണ്ട് ലോറി വളയ്ക്കണ പോലെയാണ്. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട് പഴയ വണ്ടി സംബന്ധിച്ച്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് ക്ലച്ചൊന്നും പിടിക്കേണ്ട. ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പും ഡൗണും ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ആവട്ടെ നമുക്ക് ഇൻ കേസ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓഫ് ആവുന്ന രീതിയിലാണ് ഇത്തവണ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി വരുന്നത് 4 റൈഡ് മോഡോട് കൂടിയാണ്. ട്രെയിൻ ഉണ്ട്, റോഡുണ്ട്, സ്പോട്ട് ഉണ്ട്, പിന്നെ റൈഡർ എന്ന് പറഞ്ഞാൽ ഒരു മോഡ് കൂടി ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാവുന്ന ഒരു മോഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വണ്ടി പച്ച ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആളുകളുടെ നോട്ടം ഭയങ്കരമാണ്. നല്ല കിടിലനായിട്ട് ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് ഈ ഒരു വണ്ടി. പിന്നെ അതാ ഈ ഒരു വണ്ടിയിൽ നമ്മുടെ ഓലിൻസിൻ്റെ സ്റ്റിയറിംഗ് ഡാമ്പറാണ്. ഹൈ സ്പീഡ്സിൽ ഇൻ കേസ് എന്തെങ്കിലും ബോബ്ലിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡാമ്പിങ് വർക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ഒരു സാധനമാണ് ഇത്. പലർക്കും ഈ ഒരു സംഭവം അറിയില്ല. ഒരുപാട് പേര് ചുമ്മാ ഒരു ഷോക്ക് വെച്ചേക്കണ പോലെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ഏർലി മോർണിംഗ് മലയാറ്റൂർ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല കിളിതം ക്ലൈമറ്റാണ്. മരങ്ങളൊക്കെ ഉള്ള കാരണം ആ ഇടയ്ക്കൂടെ വെയിൽ വരുന്ന ഫീല് രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കവാസാക്കി ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കൊച്ചിയിൽ ഷോറൂം ഉണ്ട്. ഹോണ്ടോട് പ്രൈസ് വരുന്നത് 23-24 lakhs എന്തോ ആണ്. എക്സാക്റ്റ് ആയിട്ടും കയറില്ല, ചെറിയ വേരിയേഷൻസ് കയറിലൊക്കെ ഷോറൂമിൽ എത്തിക്കുമ്പോൾ അവർ പറയും. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ വണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്, ഹഗിൽ എന്നാണ് പേര്. പുള്ളിയുടെ ഇൻസ്റ്റൈഡിങ് കയറിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ താങ്ക് യു ബ്രോ, ഈ ഒരു വണ്ടി എന്നെ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് തന്നു വിട്ടതിൽ. റൈഡിങ് കണ്ടീഷനിൽ പഴയ വണ്ടിയേക്കാളും
ഭയങ്കര ഒരു ചേഞ്ച് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഹെഡിൻ്റെ പോർഷൻ ഭയങ്കരമായിട്ട് വലുതാകുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു വണ്ടിയിൽ അവർ ഹസാർലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പഴയ മോഡൽ അത് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തെങ്കിലും റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് ടൈം.